ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിന്റെ പേര് ബുദ്ധി എന്നല്ലടാ, അള മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയില്ലേ, അതാണ് ഈ വിളിപ്പ കാണിച്ചത്. ഓ, അപ്പൊ ഇതാണ് രണ്ടുപേരുടെയും പദ്ധതി. എന്തായാലും നിങ്ങൾ കളിക്കാൻ ഇറങ്ങിയിരിക്കല്ലേ, ഇനി അങ്ങോട്ട് ഞാനും കളിക്കാം. ഏട്ടത്തേക്കും ചെറിയമ്മയ്ക്കും വേണ്ട പണി ഞാൻ തരുന്നുണ്ട്. ഇത് തന്നെയാ മുത്തശ്ശി, ഇതാണ് രണ്ടുപേരുടെയും പ്ലാൻ. അവര് സംസാരിച്ചത് താൻ വ്യക്തമായിട്ട് കേട്ടാണല്ലോ. വാ, എങ്ങോട്ടാ? അച്ഛന്റെ റൂമിലേക്ക്. എടോ, അച്ഛനല്ലേ പൂജാ കാര്യങ്ങളൊക്കെ ഏർപ്പാട് ചെയ്യുന്നത്. ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ അച്ഛനും കൂടി അറിയട്ടെ. എന്നിട്ട് അവർക്കെതിരെ എന്ത് ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്ന് അച്ഛൻ തീരുമാനിക്കട്ടെ. മണ്ടത്തരം പറയാതിരിക്കെ. ഉർവശിയും കൽപ്പനയും നിസാരക്കാരല്ല. അവര് സംസാരിച്ചതിന് എന്തെങ്കിലും തെളിവുണ്ടോന്ന് ചോദിച്ചാല് രാധിക കേട്ടു എന്നല്ലേ പറയാനുള്ളൂ. അവര് കൃത്യമായിട്ടത് നിഷേധിക്കുകയും ചെയ്യും. എന്നിട്ട് രാധികയുടെ ശരീരത്തിലുള്ള ആത്മാവ് അവർക്കെതിരെ സംസാരിക്കുകയാണെന്ന് പറയും. അപ്പൊ നീ എന്തു ചെയ്യും? എന്റെ മുത്തശ്ശി അങ്ങനെയും പറഞ്ഞ രണ്ടിന്റെ കഴുത്ത് ഞെരിക്കും ഞാൻ. ആ, ഇതാ പറഞ്ഞത് ഇറങ്ങി പുറപ്പെടണ്ടാന്ന്. എടാ, ഇങ്ങോട്ടൊരു ചതിയാണ് പ്രയോഗിക്കുന്നതെങ്കിൽ അങ്ങോട്ടും അത് തന്നെ വേണം എന്ന് പറഞ്ഞ അവരൊരു തന്ത്രത്തിലൂടെ നമ്മളെ കുടുക്കി. നമ്മൾ പ്രയോഗിക്കുന്ന തന്ത്രത്തിൽ നിന്നും അവരൊരു കാരണവശാലും രക്ഷപ്പെടരുത്. അതിലിപ്പോ എന്ത് ചെയ്യാനാ മുത്തശ്ശി? ഇതിലിപ്പോ പ്രധാനമായിട്ടുള്ളൊരു കാര്യം പത്മിനി അവരെ വിശ്വസിച്ചു എന്നുള്ളതാ. അവിടെയാണ് ആത്മാവ് വെച്ചുള്ള അവരുടെ കളി. അങ്ങനെയാണെങ്കിൽ മുത്തശ്ശി പറഞ്ഞ പോലെ ആത്മാവിനെ വെച്ച് നമുക്കൊരു കളി തിരിച്ചു കളിച്ചാലോ? എങ്ങനെയുണ്ടാവും? അതെ, താൻ ആ കൈയൊന്നും ആറ്റുവാശ്ശേരി ദേവനാരായണൻ തിരുമേനിയുടെ മകൾക്ക് ഇത്രയും ബുദ്ധി ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിന്റെ പേര് ബുദ്ധി എന്നല്ലടാ, അള മുട്ടിയാൽ ചേരയും കടിക്കുമെന്ന് പറയില്ലേ, അതാണ് ഈ വിളിപ്പ കാണിച്ചത്. മോളെ രാധികെ, ഇത് നമ്മൾ പയറ്റും. കൽപ്പനയും ഉർവശിയും നെട്ടോട്ടം ഓടാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പൊ മുത്തശ്ശി, വെളുപ്പിനെ തന്നെ നമുക്ക് തുടങ്ങാം. തുടങ്ങാടി മോളെ. സത്യം പറയാലോ, നിങ്ങൾ രണ്ടെണ്ണത്തിന്റെയും കൂടെ കൂടിയിട്ടെ എന്റെ പ്രായം ചെറുപ്പമായി വരുന്നുണ്ടോന്നൊരു സംശയം. അതിലെന്താ സംശയം? ജയഭാരതി ഇപ്പോഴും നിത്യയൗവനം തന്നെയല്ലേ? പോടാ പോടാ. ആ, അപ്പൊ മുത്തശ്ശേരിയും മോളുടെയും പ്ലാൻ അങ്ങ് നടക്കട്ടെ.
ബെസ്റ്റ് വിഷസ്. അപ്പൊ ഡീൽ. ഓക്കെ. ഇനി എന്താ? കാഴ്ച മാത്രം പോരല്ല മുത്തശ്ശി, ഒരു മണവും കൂടി വേണ്ടേ? അതെ, ശബ്ദം ഉണ്ടാക്കാതെ വരണം. ആരെങ്കിലും കണ്ടാ മൊത്തത്തിൽ പണി പാളും. പിടിച്ചോ, നമ്മുടെ കൂടെ ദൈവമുണ്ട്.